ADGP MR അജിത് കുമാറിന് വേണ്ടി വീണ്ടും വിശിഷ്ട സേവനത്തിന് ശുപാർശ. രാഷ്ട്രപതിയുടെ മെഡലിനായി DGPയാണ് സർക്കാരിന് ശുപാർശ നൽകിയത്. മുൻപ് നൽകിയ ശുപാർശ കേന്ദ്രം തള്ളിയിരുന്നു. IB റിപ്പോർട്ട് അജിത് കുമാറിന് എതിരായ സാഹചര്യത്തിലാണ് കേന്ദ്രം ശുപാർശ നിരസിച്ചത്. റിനു ശ്രീധർ നൽകും വിശദാംശങ്ങൾ. റിനു, ADGP MR അജിത് കുമാറിന് വേണ്ടിയാണ് വീണ്ടും ഒരു വിശിഷ്ട സേവനത്തിന് ശുപാർശ നൽകിയിരിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? ശ്രുതി, ADGP MR അജിത് കുമാർ DGP പദവിയിലേക്ക് എത്തുവാൻ 2 മാസങ്ങൾ മാത്രമാണ് നിലവിലുള്ളത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഈ രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവനത്തിലുള്ള മെഡലിന് വേണ്ടി DGP ഇപ്പോൾ ശുപാർശ നൽകിയിരിക്കുന്നത്. ഏകദേശം 1.5 മാസത്തിലധികമായി ശുപാർശ കത്ത് നൽകിയത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആ ഒരു ശുപാർശ കത്ത് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി നിലവിൽ അദ്ദേഹത്തിനെതിരായുള്ള വിജിലൻസ് അന്വേഷണം വേഗത്തിലാക്കുകയും അതിൽ ക്ലീൻ ചീറ്റ് നൽകുകയും ചെയ്തത്. അതായത് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് ഈ ഒരു ശുപാർശ കൈമാറുമ്പോൾ ഇദ്ദേഹത്തിനെതിരെ ഇത്തരം ഒരു അന്വേഷണം നടക്കുന്നില്ല എന്നുള്ള, അല്ലെങ്കിൽ അന്വേഷണം നടന്നു, ക്ലീൻ ചീറ്റ് ലഭിച്ചു എന്നുള്ള റിപ്പോർട്ടായിരിക്കും സമർപ്പിക്കുക എന്നുള്ളതാണ്. നേരത്തെ 5 തവണ ഇദ്ദേഹത്തിന് വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡലിന് വേണ്ടി സംസ്ഥാനത്ത് നിന്ന് ശുപാർശ പോയെങ്കിൽ പോലും അത് കേന്ദ്രം തള്ളിയിരുന്നു. അതായത് ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള ഇന്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ആ ഒരു സേവനത്തിനുള്ള, അല്ലെങ്കിൽ വിശിഷ്ട സേവനത്തിനുള്ള മെഡൽ തള്ളുന്ന ഒരു സാഹചര്യം. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വളരെ ജൂനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് പോലും രാഷ്ട്രപതിയുടെ മെഡൽ ലഭിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. നിലവിൽ ഇനി സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം ഏത് തരത്തിലായിരിക്കും, അതായത് 6ാം തവണയും അദ്ദേഹത്തിൻ്റെ മെഡലിന് ശുപാർശ ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ട് തള്ളുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നോക്കിക്കാണുന്നത്. ശ്രുതി, ADGP MR അജിത് കുമാറിന് വേണ്ടി വീണ്ടും വിശിഷ്ട സേവനത്തിന് ശുപാർശ നൽകിയിരിക്കുകയാണ്. രാഷ്ട്രപതിയുടെ മെഡലിനായി DGPയാണ് സർക്കാരിന് ശുപാർശ നൽകിയത്. മുൻപ് നൽകിയ ശുപാർശ കേന്ദ്രം തള്ളിയിരുന്നു. IB റിപ്പോർട്ട് അജിത് കുമാറിന് എതിരായ സാഹചര്യത്തിലാണ് കേന്ദ്രം ശുപാർശ നിരസിച്ചിരുന്നത്. റിനു ശ്രീധറാണ് വിശദാംശങ്ങൾ നൽകിയത്.